ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ഒരു ബീച്ച് വ്ളോഗ്സ്. അപ്പം എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ചെയ്തിട്ടാണെങ്കിൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മുത്തശ്ശിയുടെ പിറന്നാളാണ്. അപ്പം ഞാനമ്മയും പൊന്നുങ്ങത്തോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം രാവിലെ 6 മണി. അപ്പം ഞാനിപ്പോൾ പല്ല് തേക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം പല്ല് വെച്ചിട്ട് വരാം. നമ്മൾ കുളിച്ചിറങ്ങി. ഇപ്പം ഞങ്ങളിവിടുത്തെ കുടുംബക്ഷേത്രത്തിലേക്ക് മാല വാങ്ങി പോവാണ്. നമ്മുടെ പൂക്കടയിൽ നിന്ന് സാധാരണ അമ്മയാണ് മാല എടുക്കുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാനും അമ്മയും കൂടെ പൊന്നുകത്ത് പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ മാല വാങ്ങിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാല വാങ്ങി വണ്ടിയൊക്കെ പുറത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഗേറ്റ് പാത്രം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇളയാൾ പുപി ഇപ്പുറത്തോളുണ്ട്, ടൂബി ഇപ്പുറത്തുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ മാല വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ മാല വാങ്ങിക്കാനെത്തി. അപ്പോൾ ഏതാണ് നമ്മുടെ തിരുവല്ലക്കാർക്ക് അറിയാവുന്ന നമ്മുടെ ശ്രീവല്ലഭ ക്ഷേത്രം. ശ്രീവല്ലഭ ക്ഷേത്രം. അപ്പോൾ നമ്മൾ മാല വാങ്ങിച്ചിറങ്ങി ഇനി വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇനി ഇറങ്ങണം. നല്ല ഡ്രസ്സ് മാറിയിട്ട് നല്ല മഴ കേട്ടോ. മഴ നല്ല രസമുണ്ട്. മറ്റേ റോസാപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്, മുല്ലപ്പൂ. പിന്നെ നമ്മുടെ മുല്ലപ്പൂ നാടന്മാർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് പൂപ്പി. ഇത് പൂപ്പി പെണ്ണി ഇന്നടി ഇപ്പം ഇത് മൂത്തയാൾ ടോപിച്ചൻ. ടോക്കുട്ടാ എവിടെ എൻ്റെ ആളോ? അപ്പം ഇവരുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കവൽക്കാർ. അപ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തരാം. ഞാൻ റെഡിയായിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതൊക്കെ കലയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ അമ്മയെ ഒരു ഹായ് പറയൂ. എന്തോ ഇതാണ് അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ്. ഇതാണ് എൻ്റെ അമ്മ. അല്ലു അപ്പം നമുക്ക് ഗേറ്റ് കൊടുക്കാം. എൻ്റെ നമ്മൾ കോഷനൊക്കെ വെച്ച് കോഷൻ വരുന്നവർക്ക് പേടിക്കാൻ വേണ്ടി കോഷൻ. ഇതിൽ നിന്നും അച്ഛൻ കാർ എടുക്കാൻ പോകും. ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഞങ്ങൾക്ക് 2 കാറുണ്ട്. പച്ചൻ ഞാൻ ഏറ്റവും ഇഷ്ടം 7 രൂപ. പച്ചൻ 7 രൂപയിൽ ഞങ്ങളെ കൊണ്ടുകൊടുത്തു. നല്ലപോലെ തുറന്നു. ഏത്? അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തിച്ചു വിളിക്കാം. ഞങ്ങൾ ഇപ്പോൾ അമല അടുപ്പുണ്ട്. ബൈ ബൈ, സി യു. പകുതി ക്രോസ് കിട്ടും.
ഇതാണ് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് സ്റ്റേറ്റ്. നമ്മൾ ബസ്സിരിക്കാനായിട്ട് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു ഇരിക്കുന്നത്. അമ്മ ഏറ്റവും വലിയതിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇനി ഈ വണ്ടി തെങ്ങണായി ചെന്നിട്ട് തെങ്ങണയിന്ന് ചിറ്റയും എൻ്റെ കസിനെത്തിയും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 പേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവര് ഇവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇവിടെയാണോ അവിടെയാണോ ഇവിടെ നല്ലത്. വിദൂരതയിൽ നിന്ന് ചിറ്റ വന്നിരിക്കുന്നത് നല്ലൂസുണ്ട്. ഇതാണ് നല്ലൂസ്. അതാണ് അവര്. ഇനി ഓഫ് ടു ചങ്ങനാശ്ശേരി. അപ്പോൾ ഓഫ് ടു പൊന്നത്. അപ്പോൾ പൊന്നത്തെ വണ്ടി തന്നെ എത്തിയിട്ട് വരാം. കറുകച്ച് കുറച്ച് നേരമായി കുറേ എൻ്റെ ഓട്ടോയും പോകുന്നുണ്ട്. കോളുന്നേരി ബസ്സിൽ പോകുന്നവർക്ക് ഇവിടെ ഒരു പേച്ചടിക്കൊണ്ട് ബസ്സിലൊക്കെ നല്ല ആൾക്കാരാണ്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായി ഇനിയൊന്നും എത്തില്ല. നല്ല ഉറക്കമല്ലേ. വണ്ടി പണ്ട് സ്റ്റാൻഡിലോട്ട് വരുവാണ്. ഇതും കുറേ ദിവസം ഇതാണ് പൊന്നുകണ്ടം സ്റ്റാൻഡ്. ഹലോ 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 ഹലോ. നല്ല എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഉറക്കം എങ്ങനെയുണ്ട്? ഉറങ്ങിയില്ല? അമ്പലത്തിലോട്ടാണോ? അമ്മ അവിടെ ഞാൻ തൊഴട്ടെ. നിങ്ങളെ അമ്മാവൻ തൊഴുതിറങ്ങി. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റും. അതാ കഴുത്താലോട്ടിട്ടെ അത് ഇടണ ഇച്ചിരി പാടാവുന്നേ. എന്നത്തെയാണെന്നറിയാം, പണ്ട് കൊടുത്ത മാലയുടെ ലോക്കറ്റാ, 3 പവൻ്റെ മാലയുടെ. അന്ന് ഇത് നമ്മൾ നടത്തിയില്ലയോ, എന്തുവാ ഉത്സവലി, അതിന് അന്നത്തെ മാല പോയപ്പോഴത്തെ എങ്ങനെ ഇട്ടാലും അപ്പുറത്തിന്റെ കൃഷ്ണനായിരിക്കും അല്ലേ? ഓമാണ് ഒരിടത്തൊന്നുമില്ല. അതെ, പുറവശം ഇങ്ങോട്ട് കയറ്റണം, അപ്പൊ മുൻവശം വരും. അങ്ങനെ നന്ദുവിന്റെ സെലക്ഷനാ. അടിപൊളി.
കൊള്ളാം കൊള്ളാം അതുകൂടെ പിടിച്ചോണ്ടേ അപ്പൊ അവൻ വീഡിയോ എടുക്കട്ടെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. സൂപ്പർ സാരി. നീല ബ്ലൗസ് ഇട്ടാ മതി. കരിനീലേ അങ്ങോട്ട് പോലെ ഇതുപോലെ എനിക്ക് പക്ഷേ ഈ ബ്ലൗസേ ഉള്ളൂ. ഏത് ബ്ലൗസിന്റെ കൂടെ ആണെങ്കിലും ചെയ്യുന്നുള്ളൂ. ആ ബ്ലൗസ് ഏതിന്റെ കൂടെ ആണെങ്കിലും ചെയ്യുന്നുള്ളൂ. വാങ്ങിക്കണം. പയറ് വെച്ച നിന്റെ ഇന്നത്തെ പയറ് വെച്ച പോയി എന്ത് വിലയുടെ ഈ പിള്ളേരൊക്കെ വാങ്ങിച്ചോണ്ട്. ആ പിന്നെ കാശിന് യാതൊരു മുത്തശ്ശി വിലയുടെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട. സമ്മാനം സമ്മാനം തന്നെ. സമ്മാനം നിനക്ക് ജോലി കിട്ടട്ടെ. എന്നിട്ട് നീ 1 ലക്ഷം രൂപയുടെ തന്നേരെ. എന്തൊക്കെയോ ഇവിടെ കഴിക്കുന്നുണ്ടാക്കുന്നു. എന്താണ് ഇഡലി എന്തോ എന്തോ പാൽപാത്രം. ആ നല്ല ചൂടില് എന്താണത്? ഓ അവിടെ ഒരാൾ ഇരുന്നാണ്. നല്ല ചൂടിലും നെറ്റ് ഞാൻ തരാം. ഞാൻ തരാം. ഇതിൻ്റെ കൂടെ എന്റെ സംഭരം ഞാൻ ചായ എനിക്ക് ഉപ്പേരി വേണ്ട. ഇതാണ് ഇതാരത് കടവാ ചിറ്റിയ സമർത്ഥമായി ചായ ഉണ്ടാക്കുന്നു. അമ്മ ദോശ ഉണ്ടാക്കുന്നു. ആദ്യമായിട്ട് ഒരാളെ സെൽഫ് ഇതായിട്ട് പറയുന്നത് ഉണ്ടാക്കുന്നത്. പല രീതികളിലും എങ്ങനെയൊക്കെ ദോശ എടുക്കാവുന്ന രീതിയാണ് അമ്മയോട് കാണിച്ചത്. മറന്നു പോവാണെങ്കിൽ ഒന്നോളം തിരിഞ്ഞാണ് നടന്നാൽ മതി. അത്രേ ഉള്ളൂ. തുലിയെടുക്കുകയാണ്. റൂമിൻ്റെ അകത്ത് വാഷിംഗ് മെഷീൻ. അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. തുണി എടുക്കുന്ന അമ്മാവനും കുറെ തുണികളും മാത്രം. പഴയ കാല വാഷിംഗ് മെഷീൻ. അമ്മ ഇത് എത്ര വർഷമായി വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട്? എത്ര വർഷമായി വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട്? അതും റൂമിൻ്റെ അകത്ത് വാഷിംഗ് മെഷീൻ. വേറൊരു വീട്ടിലും ഈ സെറ്റപ്പ് ഇല്ല. പുതിയ ടെക്നോളജിയാണ്. നമുക്ക് ചായ കുടിക്കാം. ഞാൻ പുറത്തെ പ്രകൃതി രമണീയ അല്ല പ്രകാശ. അവിടെ ഒരു കപ്പ് പറിക്കുന്ന ചേട്ടനെ നമുക്ക് കാണാം. ഇവിടെ കുറെ വാഴത്തോപ്പുകൾ, കിണർ. പുളിശ്ശേരി ബുക്ക് ചെയ്തെന്നോ? വീടിന്റെ പിന്നാമ്പുറത്ത് തുളസിത്തറ, കിണറ്. അത് കടയോ? കടയോ? ഒത്തിരി ഓവറായിട്ടും വേണ്ട. ഫോൺ പോയ പോലും വെള്ളമുണ്ട്. ഇതാണ് കോരി. ഇതാണ് കാപ്പിയല്ല കപ്പി. ചെമ്പരത്തി. കുറെ തട്ട്. അയ്യോ ഇപ്പൊ പോയി. ആ വെളുപ്പിനെ ചായ കുടിക്കാൻ നേരത്ത് ഇങ്ങനെ വന്ന് ഒറ്റയിരിപ്പ്. ഇതാണ് അന്തസ്. സംബന്ധമായി ദോശയും ചമ്മന്തി. സെർലാക്കിന്റെ പഴയ അമ്മ കഴിക്കുന്നില്ല. അമ്മ സെർലാക്കിന്റെ ഇവിടെ വീണ്ടും ദോശ ഉണ്ടാക്കുന്നു. ഇവിടെ
ഒന്ന് മിണ്ടായിരിക്കാവോ ഭയങ്കര ഒച്ച മറ്റേ ചുരിദാറിന്റെ ആയിരിക്കും എടാ, ഇവിടെ വേദന എനിക്ക്. ഇവിടെ ചമ്മന്തി ഉണ്ടാക്കുന്ന മുത്തശ്ശി ആരാ? ആയിരുന്നില്ലേ പോണ എന്നാ ഇതിന്ന് ഒഴിക്ക്. ഇനി അമ്മ പറഞ്ഞത് എങ്ങനെ ദോഷം ഉണ്ടാക്കി ഒന്ന് മുറുക്കി അടച്ചോ. മുറുക്കി അടക്കണേ. ഇങ്ങനെ പരത്തി ദോശ ഉണ്ടാക്കണം. ദോശ എന്താ ഇവിടെ ചീരയും ബഹളമൊക്കെ എവിടെ വയറിലോ ആ കൊള്ളാം 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 ഉപ്പില്ല. ഉപ്പ് വേണ്ട. ഉപ്പിച്ചിരി ഉപ്പിച്ചിരി ഇങ്ങനെ ഇങ്ങനെ ആ ഉപ്പില്ലാന്ന് സാധനം. ദോശക്കായി ഉപ്പില്ല മൂത്തത് ശരിയല്ല. ഇതിനകത്താണോ ഇതിനകത്താണോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിക്കും അതല്ല വേണ്ട. അതൊക്കെ നോക്കിക്കൊണ്ട് വീഡിയോയിൽ തൊട്ടു ചമ്മന്തി ആഹാ ഉപ്പിട്ടു ഉപ്പില്ല. എന്നോട് പറ ഞാൻ എന്തോ കട്ടങ്ങാട്ട് വരും ചേച്ചി കട്ടങ്ങാട്ട് എനിക്ക് വെച്ചിട്ട് കട്ടങ്ങ എനിക്ക് വെച്ചിട്ട് കട്ടങ്ങ ഇനി ഞാൻ കഴിക്കട്ടെ കോട്ടന ഇതിന്റെ ഇത് അച്ഛനും നന്ദുവിന്റെ അപ്പൂപ്പനും വന്നു നന്ദുവിന്റെ അച്ഛനും വന്നു എന്റെ കേക്കും അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാം Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അച്ഛൻ അച്ഛൻ അല്ല അമ്മ അച്ഛൻ കൊടുക്കണം അമ്മയ്ക്ക് മതി കൊടുത്തു ഇനി അത് അച്ഛന്റെ ചാനൽ കൊടുക്കാം അമ്മ കൊടുത്തു. അതിനെന്തോ അവൻ കുഞ്ഞല്ലേ. ഓക്കെ ആ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുന്നുണ്ട് ചേച്ചി കൊടുക്ക് ചേച്ചി കൊടുക്ക് ഞം 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 മാ കൊടുക്കമ്മ യുവാവ് മരിച്ചതായി സ്ഥിരീകരണം കല്ലറ സ്വദേശിയായ സുരേഷ് സുന്ദരേശനാണ് മരിച്ചത് ഓക്കേ സുരേഷിന്റെ മരണകാരണം വ്യക്തമായിട്ടില്ല അതിനെ നിങ്ങളും കൊടുത്തു ഇനി അച്ഛൻ അപ്പൻ ഇസ്രായേലിൽ ജോലി പിന്നെ കഴിച്ചാൽ മതി കൊടുത്താൽ മതി പിന്നെ കഴിച്ചാൽ ചായത്തിലാ വാമുളിക്കുന്നേ വാമുളിക്കുന്നേ 17 ആഴ്ച ഒരു വിവരവുമില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ മരണവിവരം അറിയിച്ചത് അച്ഛനെടുത്തു. അയ്യോ കിട്ടിയോ? അപ്പാ കൊടുക്കപ്പാ പലരും ഇപ്പോഴും തിരികെ ജോലിക്ക് എത്തിയിട്ടില്ല അപ്പോൾ എന്നിട്ടും ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞ
എന്റെ മോന്തയ്ക്കൊക്കെ ഉണ്ടോ അവിടെ? ആ ഇപ്പോഴും കിടപ്പുണ്ട്. ആ നീ ഇവിടെ അല്ലേ അവിടെ എന്റെ അപ്പുറത്തെ നന്ദു നീ- നീ നന്ദു വശത്ത് നന്ദു സദ്യയുള്ള കപ്പാസിറ്റി ഉണ്ടോ മാനോ? മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് കാണുമല്ലോ. മുത്തശ്ശിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. മുത്തശ്ശി ചിറ്റ അയക്കുന്നുണ്ട്. ചിറ്റ വൈ യു ഡോണ്ട് ഈറ്റ്? എനിക്ക് സദ്യ ഇഷ്ടമല്ല. പക്ഷെ വൈ? ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാദോടുകൂടി കൊണ്ടുവന്ന സാധനമാണ് സദ്യ. പിന്നെ സദ്യ വെരി മെച്ചം. അമ്മയുടെ പിറന്നാളായതുകൊണ്ട് അമ്മയ്ക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ ഉണ്ടോളാം. ഓ അങ്ങനെ. എല്ലാവരും വിളി. അനദർ വ്ലോഗർ അവനും ഇരുന്നോളൂ, കൊച്ചുമക്കളെ ഇരുന്നോളൂ. ഫോർ വീഡിയോ. ഇവിടെ അവനും മുത്തശ്ശ ഒരു ഹായ്. മുത്തശ്ശോ ഹായ് 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 ഹായ്. സുന്ദരനാണല്ലോ. സുന്ദരനാണ് സുന്ദരനാണ് ആണെന്ന്. സുന്ദരന് ആണ്. ചുണ്ടൻ. ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ തോടുണ്ട്, പക്ഷേ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ തോട്ടിൽ കൂടി വെള്ളമൊക്കെ കയറി. ഇപ്പം വെയിലായതുകൊണ്ട് ഇവിടെ വെള്ളമില്ല. കാണിച്ചു തരാം. ഇതുണ്ട് ജീവി ഇങ്ങോട്ടും കാണുന്ന ഇതുണ്ട്. ഉണ്ട് കേട്ടോ, ശകലമുണ്ട്. കുറേ ദിവസം മഴ പെയ്തിട്ടുണ്ട്, ശകലമായിട്ട് ഒഴുകുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പണ്ട് കുളിക്കുമായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം വരുമായിരുന്നു നല്ലപോലെ മഴ സമയത്ത്. ഇത് നേരെ ചെല്ലുന്ന മണിമണിയായിട്ടില്ല. ഇതുണ്ട്, ഇത് കണ്ടാൽ വിചാരിക്കും ചെറുതായിരിക്കും എന്ന്. പക്ഷേ ഇതുണ്ട്, ഈ ഒരു പൊക്കം വരെ ഈ ഒരു കമ്പ് കണ്ടോ, ഈ കമ്പിൻ്റെ അതിൻ്റെ പകുതി വരെ പൊക്കം വരും വെള്ളം. അത്ര വരെ പൊക്കം വരും. എൻ്റെ കണ്ടോ വെള്ളം ഒഴുകത്തുള്ളൂ. ഇത് നേരെ ചെല്ലുന്ന മണിമണിയായിട്ടില്ല. ഇതിപ്പം വെള്ളം പൊങ്ങി നമുക്ക് ഇപ്പുറത്തോട്ടൊക്കെ ഇതുണ്ട്, ഇങ്ങനെ ഇത് ക്രോസ് ചെയ്യുന്ന വഴിയാണ്. ആണ്ട് ഇവിടം വരെ വെള്ളം വരും. ഞാനിപ്പോൾ കാല് വെച്ചതുണ്ട്, ഈ കാല് വെച്ചിരിക്കുന്നുണ്ട്, ഇവിടം വരെ വെള്ളം വരും. ഇതുണ്ട്, ഇത് ഓപ്പോസിറ്റ് റോഡിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. ഇതുണ്ട് അപ്പുറത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ഫുള്ള് റബ്ബറും ഇതുണ്ട്. ഇങ്ങനെ ഇതുണ്ട്, പടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കയറി അങ്ങോട്ടങ്ങ് പോവാം. അപ്പം ഇതാണ് ആ മേളിൽ നിന്ന്, മേലത്തെ റോഡാണ്. ആ മേളിൽ നിന്ന് റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കപ്പയുടെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ഇത് കാണിക്കാൻ ആണ് വന്നത്. എന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യുക. ബൈ.